മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തോരടങ്കലും വെളിയിൽ ചെന്നേ അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാം. അറിഞ്ഞൊരു വാർത്ത ഞാൻ വരിയിലൊതുക്കാം, ആറ്റൽ റസൂലിൻ മദ്ഹ് ഉരക്കാം. അറിഞ്ഞിടണം ഈ കഥ ഇത് ഹക്കാം. ഹക്കാണേ കരഞ്ഞത് ഒരു ഈത്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഖൽഖന്ന് ഖുതുബത്ത് ചാരിയതറിയാ. ഹക്കാണേ കരഞ്ഞത് ഒരു ഈത്ത മരത്തിൻ തടിയാ. അഷ്റഫുൽ ഖൽഖന്ന് ഖുതുബത്ത് ചാരിയതറിയാ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. തടിയതിൽ ചാരി റസൂലിൻ ഖുതുബ, തൽസ്ഥിതി അറിഞ്ഞ മഹദി ഫത്വ. തരുളാറ്റൽ നബിയോടുരത്തുള്ള വാക്ക. വാക്കാണേ എന്നെ മകൻ ഒരു നജ്ജാറാണ് റസൂലേ. അവിടുത്തേക്കൊരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. വാക്കാണേ എന്നെ മകൻ ഒരു നജ്ജാറാണ് റസൂലേ. അവിടുത്തേക്കൊരു മിമ്പറനെ മകൻ തരും പൊന്നൂലേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി. പഴയ അനഹൽ തടി പുറം തന്നിൽ പോകി. തരാമെന്നു പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കേറി ഖുതുബയിൽ മുഴുകി. പഴയ അനഹൽ തടി പുറം തന്നിൽ പൂകി. പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ. മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. പൂകിയ സമയം തൊട്ടിത്ത മരം വിതുമ്പിടുന്നേ.
മുസമ്മീലോർ ചാരി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, ഖൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി, നഹല പുണർന്നു മാറിലൊതുങ്ങി. ഖുതുബ കഴിഞ്ഞ് റസൂല് ഇറങ്ങി, ഖൽബ് പിടഞ്ഞ് സ്വഹാബും വഴങ്ങി, നഹല പുണർന്നു മാറിലൊതുങ്ങി. ശറഫുറ്റൂർ മരത്തിന്റെ തടിമറിയിലമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ശറഫുറ്റൂർ മരത്തിന്റെ തടിമറിയിലമർത്തി വെച്ചേ, സ്വകാര്യമായി പറഞ്ഞതിൻ കരച്ചിലും അടക്കി വെച്ചേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലതാ കേൾക്കുന്നു. അത് കേട്ട സ്വഹാബത്തൊരടങ്കലും വെളിയിൽ ചെന്നേ, അതിശയ കഥയൊന്ന് അവിടമിൽ അരങ്ങേറുന്നേ.